നമസ്കാരം, കുട്ടികളും സുഭാഷ് സാറാണ്. കീം എൻട്രൻസ് വളരെ അടുത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ ബാക്കി. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. എന്നാലും എന്റെ രീതിയിൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ അതിനുവേണ്ടി റെഡി ആവുമ്പോൾ 1, 2, 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ക്ലിയർ ആയിട്ട് എടുത്തെല്ലാം റെഡിയാക്കി വെച്ചേക്കണം. പലരും ഇതിങ്ങനെ മറന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അഡ്മിറ്റ് കാർഡ് വേണമെന്ന്, എന്നാലും മറന്നു പോകുന്ന ചില കൂട്ടരുണ്ട്. അപ്പൊ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എല്ലാം റെഡിയാക്കി നിങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പിലുള്ള റൂമിലെടുത്ത് ഇങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന രീതിയിൽ കൂടെ എടുത്ത് വെച്ചേക്കണം, ആരും ഒന്ന് ശല്യം ചെയ്യാനില്ലെങ്കിൽ. രണ്ടാമത്, നിങ്ങളുടെ ഒരു ഫോട്ടോ ID പ്രൂഫ് ഉറപ്പായിട്ടും അതിന്റെ കൂടെ വെക്കണം. അതിപ്പോ ആധാർ കാർഡ് മതി. പിന്നെ ഒരു പെന്നും കൂടി വേണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി വാട്ടർ ബോട്ടിലെല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവന്നൊന്നും കുഴപ്പമില്ല. ഇനി പ്രത്യേകിച്ച് ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഡ്രസ്സ് ഇന്നതേ പാടുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു സിമ്പിൾ ഡ്രസ്സ് ആയിരിക്കണം. വലിയ കട്ടി കൂടിയതും കുറെ പോക്കറ്റ് ഉള്ളതും അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം അതൊക്കെ ചുമ്മാ സമയം നമ്മുടെ പോത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും നാളത്തേക്ക് അതിനെ കൊണ്ടുപോകുമ്പോൾ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ചെറിയ പേഴ്സുകളോ കാര്യങ്ങളോ വാച്ചുകളൊക്കെ സാധാരണ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ കാൽക്കുലേറ്ററോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീനും അതിൽ കിട്ടുന്ന നമ്പറും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ നമ്പറും എല്ലാം ഏകദേശം സെയിം ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ എല്ലാ കാര്യങ്ങളും മൗസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു മൗസ് ഒക്കെ നിങ്ങൾക്കുണ്ട്, അതൊക്കെ വർക്കിംഗ് ആണോ നോക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻവിജിലേറ്ററുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ, അടുത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരുമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ച് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് ഇതിലൊരു മോക്ക് ടെസ്റ്റ്, നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് തരുന്നുണ്ട്. നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കണം. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറിന് ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ടീച്ചറോട് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അതിനുള്ളിലെ ഇൻസ്ട്രക്ഷൻസ്, അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കണം. അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാം അതിനുള്ളിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് സേവ് ആൻഡ് എക്സിറ്റ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഉള്ളിൽ കാണും. ഇതെല്ലാം വായിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും 2 മണിക്കൂറിന് മുന്നിലേ അവിടെ എത്തിപ്പെടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒന്നുമില്ല, കുറച്ച് സമയം ഒന്ന് വെരിഫിക്കേഷൻ, നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഫോട്ടോയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ സെയിം ആണോ എന്നൊക്കെ അറിയാൻ. പിന്നെ നിങ്ങൾ ഒരു സൈൻ ചെയ്യുന്നുണ്ട്. ആ സൈൻ നമ്മൾ നേരത്തെ ഇട്ടുണ്ടല്ലോ, അതേപോലത്തെ ഒരു സൈൻ കൂടെ ചെയ്യാനുണ്ടാവും. അത് നിങ്ങളുടെ പേര് നേരെ. അപ്പൊ അതൊക്കെ ഏകദേശം ഒന്ന് സെയിം ആകണം. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി, വേറെ ഒന്നുമേ ഇല്ല. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് ഇനിയുള്ള സമയം പഠിക്കുക. എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കിട്ടട്ടെ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.